എല്ലാവർക്കും അഗ്രോ അഗ്രികൾച്ചറിൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൈക്രോഗ്രീൻ എന്ന കൃഷി രീതിയെക്കുറിച്ചാണ്. ഇന്നും പലർക്കും അറിയാത്തതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ കൃഷി രീതിയാണ് ഇത്. ഈ കാണുന്നത് വീറ്റ് ഗ്രാസ് ആണ്. മൈക്രോഗ്രീൻ കൃഷിയിൽ ഒരു തുടക്കക്കാരിയായി പ്രവേശിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മൈക്രോഗ്രീനാണ് വീറ്റ് ഗ്രാസ്. ഈ വീറ്റ് ഗ്രാസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് എടുത്തു വെക്കുക. അതിനുശേഷം നമ്മളൊരു നനഞ്ഞ കോട്ടൺ തുണി ഇതിനായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസമാണ് മുള വന്നതായിട്ട് കാണാനായിട്ട് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട്. ഇത് അഞ്ചാമത്തെ ദിവസം ഇപ്പോൾ ആയിട്ടുണ്ട്. അഞ്ചാമത്തെ ദിവസം ഇങ്ങനായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 9 ദിവസങ്ങളായിട്ടുണ്ട്. 9 ദിവസമായിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടി. 9 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇനി കട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ്. നിങ്ങൾക്ക് 9 ദിവസത്തോളം വെച്ചാൽ മതി വീറ്റ് ഗ്രാസിന്. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇതൊക്കെ പൊക്കിയെടുത്ത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഇത്ര വേഗം കട്ട് ചെയ്യണമെന്നില്ല, നല്ല കട്ട് ചെയ്താലും മതി. വീറ്റ് ഗ്രാസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനത് തിരിച്ച് അതേ പ്ലേറ്റിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീറ്റ് ഗ്രാസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും വീറ്റ് ഗ്രാസാണ് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വീറ്റ് ഗ്രാസിൻ്റെ ജ്യൂസ്. ഇത്ര കാണിക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്. അപ്പോൾ അത്രയും വീറ്റ് ഗ്രാസ് നമുക്കൊരു 2-3 ഗ്ലാസ്സോളം നമുക്ക് വീറ്റ് ഗ്രാസ് കിട്ടും. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.